ശ്രീ എം നസീർ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി. അത് പറഞ്ഞല്ലോ, ഉന്നയിച്ചല്ലോ. ഷെഡ്യൂളിൽ നിന്ന് മാറണ്ട ഷിബോ, നമ്മളുടെ ആ ഷെഡ്യൂളിൽ നിന്ന് മാറണ്ട. അങ്ങ് ഉന്നയിച്ച കാര്യം ഇവിടെ എഴുതി തന്നിരുന്നു. എഴുതി തന്നത് തന്നെ വേറെ കുറച്ച് കാലപ്പഴക്കമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തര സ്വഭാവം ഉള്ളതാണ് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ മന്ത്രിയുടെ അടുത്ത് ഉന്നയിച്ചത്. അങ്ങ് തന്നെ നോട്ട് ചെയ്ത് പറഞ്ഞിരുന്നു എന്ന് ഞാൻ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ പേരും ഇതുപോലെ തന്നെ റെക്കോർഡിലുണ്ടാവുകയും ചെയ്യും. സാർ, ശ്രീ എം നസീർ. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ സംസ്ഥാനത്തെ വലിയ ജില്ലകളും താലൂക്കുകളും വിഭജിക്കുന്നതിന് കമ്മീഷനെ നിയമിക്കുമെന്നുള്ളത് എൻ്റെ മണ്ഡലമായ ചടയമംഗലത്തെ ജനതയും ഏറെ പ്രതീക്ഷകളോടെയാണ് വരവേറ്റത്. സാർ, അരനൂറ്റാണ്ടായി ഒരു താലൂക്ക് വേണമെന്ന ആവശ്യം ചടയമംഗലത്തുകാർ ഉന്നയിക്കുകയാണ്. MLA യും മന്ത്രിയുമായി ധാരാളം ജനപ്രതിനിധികൾ ഈ മണ്ഡലത്തിൽ നിന്നും അധികാര സോപാനത്തിലെത്തിയിട്ടും മണ്ഡലത്തിൻ്റെ ആവശ്യത്തിന് മേൽ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. സാർ, കൊല്ലം ജില്ലയിലെ 6 താലൂക്കുകളിൽ ഭൂവിസ്തൃതി കൊണ്ട് ഏറ്റവും വലിയ താലൂക്ക് കൊട്ടാരക്കരയാണ്. സാർ, ഈ താലൂക്കിൽ 27 വില്ലേജുകളുണ്ട്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, പത്തനാപുരം, പുനലൂർ, കരുനാഗപ്പള്ളി തുടങ്ങിയ താലൂക്കുകളിൽ ആകെ വില്ലേജുകളുടെ എണ്ണം 15-ൽ താഴെയാണ്. സാർ, ജനങ്ങൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന ജില്ലയുടെ കേന്ദ്രഭാഗത്തിൽ തുടങ്ങി കിഴക്കൻ മലയോര മേഖലകൾ വരെ ഏകദേശം പൂർണ്ണമായും കൊട്ടാരക്കര താലൂക്കിൻ്റെ പരിധിയിൽപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ചിതറ പഞ്ചായത്തിലെ ഇലവ് പാലത്ത് നിന്നും കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലെത്താൻ 51 കിലോമീറ്റർ സഞ്ചരിക്കണം. സാർ, ആയതിനാൽ പ്രദേശവാസികളായ ജനങ്ങൾക്ക് താലൂക്ക് ആസ്ഥാനത്ത് എത്തിച്ചേരുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഏറെ ക്ലേശപ്പെടുകയാണ്. ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളുടെ വിവിധ അപേക്ഷകൾ യഥാസമയം സ്ഥലങ്ങളിലെത്തി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനും താലൂക്കിൻ്റെ വർദ്ധിച്ച ഭൂവിസ്തൃതി ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് അതിവേഗം സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സാർ, ചടയമംഗലം അസംബ്ലിയിൽപ്പെട്ടതും നിലവിൽ പുനലൂർ താലൂക്കിൻ്റെ പരിധിയിലുള്ള അലയമൺ, ചണ്ണപ്പേട്ട വില്ലേജുകളും കൊട്ടാരക്കര താലൂക്കിൽ വരുന്ന ചടയമംഗലം അസംബ്ലിയിലുള്ള ചിതറ, മാങ്കോട്, കുമ്മിൾ, കടക്കൽ, ഇട്ടിവ, കോട്ടുക്കൽ, നിലമേൽ, ചടയമംഗലം, ഇളമാട്, വെളിനല്ലൂർ എന്നീ 9 പഞ്ചായത്തുകളിലായി 12 വില്ലേജുകളെ ഉൾപ്പെടുത്തി ചടയമംഗലമോ കടക്കലോ കേന്ദ്രമാക്കി ഒരു താലൂക്ക് വേണമെന്നുള്ളത് ഈ നാടിൻ്റെ ഒന്നാകെ ആവശ്യമാണ്. സാർ, ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വലിയ പ്രക്ഷോഭങ്ങളും തന്നെ നടന്നിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് വിഭജിക്കേണ്ടതാണെന്ന് 2018-ൽ ബഹു ലാൻഡ് റവന്യൂ കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ നാടിനെ പ്രതിനിധീകരിച്ച് MLA ആയവരും ഇതുവഴി മന്ത്രിയായവരും ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്നതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല. സാർ, ഒരു പുതുയുഗ പിറവിയിലേക്ക് കേരള നാടിനെ നയിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാടാകുമ്പോൾ രാമായണത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ സീതയെ ശ്രീരാമഭവനിൽ നിന്ന് അപഹരിച്ച രാവണനെ വെട്ടിവീഴ്ത്തിയ ജഡായുവിൻ്റെ മണ്ണിൽ ഒരു താലൂക്ക് സ്വപ്നം പൂണിയാൻ സർക്കാർ കനിയണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്തെ താലൂക്കുകളുടെ വ്യാപ്തിയും ജനസംഖ്യയും കണക്കിലെടുക്കുമ്പോൾ തമ്മിൽ വലിയ അന്തരം ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്കുകളുടെ വിഭജനം, രൂപീകരണം, അതിർത്തി പുനർനിർണയം എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷൻ നൽകിയ നിർദ്ദേശം പരിശോധിച്ചു വരികയാണ്. കൊട്ടാരക്കര താലൂക്കിൻ്റെ പരിധിയിലും ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലും ഉൾപ്പെടുന്ന 10 വില്ലേജുകളും പുനലൂർ താലൂക്കിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന അലയമൺ, ചണ്ണപ്പേട്ട വില്ലേജുകൾ ഉൾപ്പെടെ 12 വില്ലേജുകളിലെ പ്രദേശവാസികൾക്ക് അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് മേൽപ്പടി പ്രദേശത്തു നിന്നും വളരെ ദൂരത്തിലുള്ള കൊട്ടാരക്കര, പുനലൂർ താലൂക്ക് ഓഫീസുകളെ ആശ്രയിക്കേണ്ടി വരുന്ന പ്രസ്തുത ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യവും ചടയമംഗലം, കടക്കൽ ഭാഗത്തെ വില്ലേജ് ഉൾപ്പെടുന്ന പ്രദേശം കൊട്ടാരക്കര താലൂക്കിൻ്റെ ഭരണനിർവഹണത്തിന് ദൂരപരിധി തടസ്സം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലും കൊട്ടാരക്കര താലൂക്കിൻ്റെ പരിധിയിലുള്ള ചടയമംഗലം, കടക്കൽ മേഖലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടെ കൊട്ടാരക്കര താലൂക്കിൽ നിന്നും വേർപ്പെടുത്തിയും അലയമൺ, ചണ്ണപ്പേട്ട വില്ലേജുകൾ പുനലൂർ താലൂക്കിൽ നിന്നും വേർപ്പെടുത്തിയും ചടയമംഗലം, കടക്കൽ ആസ്ഥാനമാക്കി
ചടയമംഗലം താലൂക്ക് രൂപീകരിക്കണമെന്നുള്ള ചടയമംഗലം MLA പ്രിയപ്പെട്ട MM നസീറിൻ്റെ നിർദ്ദേശം ഗവൺമെൻറ് റവന്യൂ വകുപ്പ് പരിശോധിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ സർ, പുതിയ ജില്ലാ താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കമ്മീഷനെ വയ്ക്കാൻ തീരുമാനിച്ച വിവരം ബജറ്റിലൂടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യം കൂടി ഇവിടെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഭാവപൂർണ്ണമായ നടപടി സ്വീകരിക്കും എന്ന് അറിയിക്കുകയാണ്.